ലീഗ് കണ്ടുവച്ച വയനാട്, കണ്ണൂർ, കാസർഗോഡ്, വടകര സീറ്റുകൾ വിട്ടു നൽകാൻ സാധിക്കില്ലെന്ന് കോൺഗ്രസ് കണിശമായി തന്നെ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റ് അനുവദിക്കാൻ ആകില്ല എന്ന് കോൺഗ്രസ് ഇതോടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. തിങ്കളാഴ്ച നടന്ന ഉഭയകക്ഷി യോഗത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 3ാം സീറ്റ് വേണമെന്ന ആവശ്യം ലീഗ് നേതാക്കൾ ആവർത്തിച്ചതോടെ ചർച്ച യാതൊരു തരത്തിലുള്ള തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. നിലവിൽ വീണ്ടും 14ാം തീയതി ഒരു യോഗം ചേരാനാണ് തീരുമാനമുള്ളത്. എന്നാൽ അതേസമയം തന്നെ വയനാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമെന്നാണ് നിലവിലെ KPCCയുടെ തീരുമാനം. അതേസമയം തന്നെ ലീഗിന് ഒരു പ്രത്യേക താല്പര്യം വയനാട്ടിൽ ഉള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെങ്കിൽ ലീഗ് ആ സീറ്റിലുള്ള കണ്ണ് പുറകിലേക്ക് വലിക്കുമെന്നുള്ള കാര്യവും ലീഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ കർണാടകയിലേക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകാനുള്ള നീക്കത്തെ ചെറുക്കാനുള്ള ഒരു ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇനിയിപ്പോൾ എന്തു തന്നെയായാലും കണ്ണൂരും കാസർഗോഡും വടകരയും ലീഗിന് താല്പര്യമുണ്ടെങ്കിലും സിറ്റിംഗ് സീറ്റുകൾ നൽകാൻ ആകില്ലെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സിറ്റിംഗ് MP-മാരോടും തയ്യാറാകാനാണ് നിലവിൽ കോൺഗ്രസ് MP-മാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. 3ാം സീറ്റിലല്ലാതെ പിന്നോട്ടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ലീഗ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലീഗ് ഇനിയിപ്പോൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ചർച്ചയിലേക്കും മറ്റു പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അടുത്ത ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിന് ശേഷം നിലപാട് വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ തീരുമാനം. നിലവിൽ ലീഗിന് 2 സീറ്റുകളാണുള്ളത്. ഒന്ന് പൊന്നാനിയിലും ഒന്ന് മലപ്പുറത്തും. മാത്രമല്ല രാജ്യസഭയിലാണെങ്കിലും അബ്ദുൽ വഹാബിനുള്ള ഒരു സീറ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഒരു സീറ്റ് കൂടി, ലോക്സഭയിൽ ഒരു സീറ്റ് കൂടി വേണം എന്നുള്ള ലീഗിന്റെ ആവശ്യം നിരന്തരമായിട്ട് കാലങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിലാണ് പലപ്പോഴായിട്ട് കോൺഗ്രസിന്റെ അടുത്ത് ലീഗ് ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇത്തവണ ഇക്കാര്യത്തിൽ അല്പം കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഉപനേതാവായിട്ടുള്ള, അതായത് UDFന്റെ ഉപനേതാവായ ലീഗിന്റെ നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു സീറ്റ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വേണം എന്ന കണിശമായി തന്നെ കുഞ്ഞാലിക്കുട്ടി പറയുന്ന സാഹചര്യമായിരുന്നു. മാത്രമല്ല ഇതേ വിഷയത്തിൽ തന്നെ PMA സലാം ആണെങ്കിൽ അദ്ദേഹം 3ഓ 4ഓ സീറ്റിന്റെ കാര്യമല്ലേ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഒരു അല്പം പരിഹാസത്തോടെ, അല്പം വിമർശനത്തോടെ പോലെ അദ്ദേഹം ചോദിക്കുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് ഒരു സീറ്റ് വേണം എന്നുള്ള കാര്യത്തിൽ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലീഗ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ലീഗിന് സീറ്റ് നൽകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 16 സീറ്റുകൾ, അവിടെ സിറ്റിംഗ് സീറ്റുകൾക്കാണ് കോൺഗ്രസ് ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. സിറ്റിംഗ് സീറ്റുകൾ, അതായത് ആ നിലവിൽ ആരാണുള്ളത് ആ സിറ്റിംഗ് MP-മാർ മാത്രമാണ് ഇത്തവണ മത്സരിക്കാനുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ലീഗിന് പ്രത്യേകമായിട്ടൊരു സീറ്റ് കൊടുക്കാനായിട്ടുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പലപ്പോഴായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. 2 ഉഭയകക്ഷി യോഗങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ ഈ 2 യോഗങ്ങൾക്ക് ശേഷം യാതൊരു തരത്തിലുള്ള തീരുമാനമെടുക്കാൻ സാധിക്കാതെ പിരിയുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മറ്റൊരു യോഗം കൂടി ചേരാനുണ്ട്. അതേസമയം തന്നെ UDFന്റെ കൺവീനറായിട്ടുള്ള MM ഹസൻ പറയുന്നത് ഇനി ഒരു യോഗം കൂടി ചേരാൻ, അതായത് ഇക്കാര്യത്തിൽ ഇനിയൊരു യോഗം കൂടി ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ്. അതായത് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് വ്യക്തമായി തങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ്. പിന്നെ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് ആകെ വയനാട്ടിൽ മാത്രമാണ്. അതിൽ രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെങ്കിൽ മാത്രമാണ് ലീഗ് അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വരാനിരിക്കുന്ന യോഗത്തിൽ ലീഗിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഈ ഒരു സീറ്റിന്റെ ആവശ്യം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു സീറ്റിന്റെ ആവശ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും കോൺഗ്രസ് എതിർക്കുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ നിഷേധിക്കുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ ആകെ സാധ്യമാവുക എന്നുള്ളത് ഒന്നുകിൽ സീറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപാധികൾ എന്നുള്ളതാണ്. അങ്ങനെയാണ് ലീഗിന്റെ തീരുമാനമെങ്കിൽ എന്തെല്ലാമായിരിക്കാം ആ ഉപാധികൾ എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെയധികം പ്രസക്തമാകുന്നുണ്ട്. ആ ഉപാധികൾ ഒരുപക്ഷെ ഇനി രാജ്യസഭാ സീറ്റായിരിക്കുമോ, അതല്ലെങ്കിൽ ഇനി അടുത്ത നിയമസഭയിലേക്കുള്ള സീറ്റായിരിക്കുമോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ അവിടെ ചോദ്യങ്ങളായി നിൽക്കുന്ന സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 16 സീറ്റുകളിൽ 13 സിറ്റിംഗ് MP-മാർക്ക് തന്നെയാണ് സ്ഥാനം എന്നുള്ളതാണ്. അതിലാകെ വരുന്നത് കണ്ണൂരും ആലപ്പുഴയിൽ മാത്രമാണ് പുതുമുഖങ്ങൾക്ക് സാധ്യതയുള്ളത്. അതായത് കോൺഗ്രസ് ഇത്തവണ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്കൊന്നും തന്നെ നിൽക്കുന്നില്ല. നിലവിലുണ്ടായിരുന്ന MP-മാരെ തന്നെ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറങ്ങുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം എന്ന്
പറയുന്നത് ഈ ലീഗിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ലീഗിന്റെ ഈ തീരുമാനത്തിൽ നിന്നും മാറ്റമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് പ്രത്യേകിച്ചും യൂത്ത് ലീഗ് എന്ന് പറയുന്നത്. KM ഷാജി പോലുള്ള ആളുകളെല്ലാം തന്നെ അല്പം ഗൗരവത്തിൽ തന്നെയാണ് ഇക്കാര്യത്തെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കോൺഗ്രസിനുള്ളിൽ തന്നെ, കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ല, UDF-നുള്ളിൽ തന്നെ പല തരത്തിലുള്ള അസ്വാരസ്യങ്ങളെല്ലാം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും ലീഗ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഘടകകക്ഷിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ശക്തമായ ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്ര വലിയൊരു രീതിയിലുള്ള ഒരു ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ആ ആവശ്യം കോൺഗ്രസിന് നിറവേറ്റാൻ സാധിച്ചില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചില അസ്വാരസ്യങ്ങളിലേക്കെല്ലാം തന്നെ നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂത്ത് ലീഗ് കൂടി ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കാം ഇനി ലീഗിന്റെ തീരുമാനം എന്നുള്ളതും വലിയൊരു ചോദ്യമായി തന്നെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലബാർ ഏരിയകളിലെല്ലാം തന്നെ വളരെയധികം സ്വാധീനമുണ്ട് എന്ന് ലീഗ് വിശ്വസിക്കുകയും അതേപോലെ തന്നെ ആ മേഖലകളിലെല്ലാം തന്നെ തങ്ങൾക്ക് വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലീഗും കോൺഗ്രസും പലപ്പോഴും പല വിഷയങ്ങളിലും ലീഗും കോൺഗ്രസും ഒത്തൊരുമയോടെ പ്രവർത്തിക്കും എന്ന് കരുതുന്ന പല വിഷയങ്ങളും പല അസ്വാരസ്യങ്ങളും അതൃപ്തികളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്താണ് അയോധ്യ രാമക്ഷേത്രവും നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ആ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന വലിയൊരു വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗിന്റെ ഭാഗത്തു നിന്നും പാർലമെന്റിന് മുന്നിൽ ഒരു പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. ആ ബാബരി മസ്ജിദ് എന്നുള്ളൊരു ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് UDF-ന്റെ ഒരു പ്രതിഷേധം വേണമെന്നുള്ളൊരു ആവശ്യമായിട്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ലീഗിൻ്റെതെന്ന് പറയുമ്പോൾ ലീഗിൻ്റെത് തീർത്തും വിശ്വാസപരമായ ഒരു കാര്യം മാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ആ നീക്കത്തെ എല്ലാം തന്നെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ലീഗിനെ പ്രതിഷേധിക്കാൻ, ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ലീഗിനെ പ്രതിഷേധിക്കാൻ ലീഗിനെ ഒറ്റയ്ക്കാക്കിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നീക്കം എന്ന് പറയുന്നത്. അത് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്കെല്ലാം തന്നെ നയിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും യഥാർത്ഥത്തിൽ പാർലമെന്റിന് മുന്നിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധമെല്ലാം വരുന്ന സാഹചര്യത്തിൽ അവിടെ ലീഗ് ഒറ്റയ്ക്ക് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ കൂടി ഒരു പങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു UDF എന്നുള്ള രീതിയിലാണ് ഒരു പ്രതിഷേധങ്ങളെല്ലാം തന്നെ പാർലമെന്റിന് മുന്നിൽ സംഭവിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ എന്ന് പറയുന്നത് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ തീർത്തും വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതുപോലെ തന്നെയായിരുന്നു പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സാഹചര്യത്തിലും കോൺഗ്രസിന് ചില ഇരട്ടത്താപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ശശി തരൂരിന്റെ ചില വാക്കുകളും അദ്ദേഹത്തിന്റെ ചില ട്വീറ്റുകളെല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. അദ്ദേഹം ഇസ്രായേലിനെ കൂടെ നിന്നത് പലസ്തീൻ വിഷയത്തിൽ പലസ്തീനുകളുമായി സഖ്യം ചേരണമെന്ന്, അതായത് ലീഗിന് എപ്പോഴും പലസ്തീനോടൊരു പ്രാമുഖ്യമുണ്ട്, അല്ലെങ്കിൽ പലസ്തീന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ വലിയൊരു സംഗമം ഉണ്ടായിരുന്നു. ആ സംഗമത്തിന്റെ സമയത്തായിരുന്നു ശശി തരൂരിന്റെ ആ വാക്കുകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള വിമർശനം വന്നു. ആ സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് വളരെയധികം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതായത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴും കോൺഗ്രസിനുള്ളിൽ തന്നെ പല വിഭിന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ വരുന്ന സാഹചര്യത്തിൽ അതിനെ കൃത്യമായി അതിനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നയതന്ത്രപരമായിട്ടൊന്നും തന്നെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ത്രാണി കോൺഗ്രസിന് ഇല്ലാതെ പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിലാണെങ്കിലും അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണെങ്കിൽ പോലും ബാബരിയിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആ ചടങ്ങിൽ പോലും അല്ലെങ്കിൽ ആ ക്ഷണത്തിന് പോലും എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ടായിരുന്നു, വിഭിന്ന അഭിപ്രായങ്ങളുണ്ടായിരുന്നു, ഇരട്ട നയമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ബാബരി മസ്ജിദിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ തന്റെ അത്രയും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗ് ഇത്ര വലിയൊരു വിമർശനം ഉയർത്തുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ പോലും വിട്ടുനിന്നു എന്നുള്ളതാണ് ലീഗിനെ തളർത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ET മുഹമ്മദ് ബഷീറിന്റെ പട്ടി പരാമർശത്തിലെല്ലാം തന്നെ പലപ്പോഴും ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങളെല്ലാം തന്നെ വെളിവാക്കപ്പെട്ടിരുന്ന സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDF-ൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. 4ാം മന്ത്രിസ്ഥാനം ചോദിച്ചു മേടിക്കുകയും 5ാം മന്ത്രിസ്ഥാനമെല്ലാം തന്നെ നേടിയെടുക്കുകയും ചെയ്ത വലിയൊരു പാരമ്പര്യം പോലും ലീഗിനുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ അത്ര വലിയ ഒരു പാർട്ടിയെ പോലും, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന ലീഗിനെ പോലും, ലീഗിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എങ്കിൽ, ലീഗ് വീണ്ടും കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ആ രാഷ്ട്രീയ സാഹചര്യമെല്ലാം തന്നെ കേരളത്തിൽ മാറി മറിയുക എന്നുള്ളൊരു ആശങ്ക കൂടി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ
രാഷ്ട്രീയ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ആ ഭരണവിരുദ്ധ വികാരത്തെ പോലും വേണ്ടപ്പെട്ട രീതിയിൽ അത് മുതലെടുക്കാനായിട്ട് ഈ കോൺഗ്രസിന്, അതായത് പ്രതിപക്ഷത്തിന്, UDF-ന് സാധിക്കാത്ത സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ വീണ്ടും കോൺഗ്രസിലെ ഈ ചിറ്റമ്മ നയങ്ങളും ഈ സമ്പ്രദായങ്ങളും എല്ലാം തന്നെ കോൺഗ്രസിൽ വീണ്ടും ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളിലേക്കെല്ലാം തന്നെ നയിച്ചു കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ക്ഷീണം കോൺഗ്രസിന് സമ്മാനിക്കും, അഥവാ UDF-ന് തന്നെ സമ്മാനിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കോട്ടയം പോലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ പലപ്പോഴും പലതരത്തിലുള്ള ഒരു ആഭ്യന്തര സംഘർഷങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യമാണ്. UDF-ൽ നിന്നും LDF-ലേക്കുള്ള ആൾക്കാരുടെ കൊഴിഞ്ഞുപോക്കുള്ള സാഹചര്യമാണ്. ഇത്ര വലിയൊരു ക്രൂഷ്യലായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നയം എന്ന് പറയുന്നത് അത് വളരെയധികം മർമ്മ പ്രധാനമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ലീഗിനെ പിണക്കാതെ കൂടെ നിർത്തേണ്ടത് എന്ന് പറയുന്നത് UDF-ന്റെ അഥവാ കോൺഗ്രസിന്റെ ആവശ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇനി വരാനിരിക്കുന്ന യോഗമുണ്ട്, അതുപോലെ തന്നെ ലീഗിന്റെ ഒരു കോർ കമ്മിറ്റി മീറ്റിംഗ് എല്ലാം തന്നെയുണ്ട്. ഈ മീറ്റിങ്ങുകളിലെല്ലാം തന്നെ കഴിയുമ്പോൾ ഈ യോഗങ്ങളെല്ലാം തന്നെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നയമായിരിക്കും ലീഗ് സ്വീകരിക്കുക, എന്ത് നയമായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുക എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ലീഗ് കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന് ഇടപെടാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഇരുകൂട്ടരും കടുംപിടുത്തം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും UDF-ന്റെ ഭാവി എന്നുള്ള ചോദ്യമുണ്ട്. അവിടെ എന്തായിരിക്കും LDF-ന്റെ നേട്ടം എന്നുള്ളൊരു വളരെ നിസ്സാരമായ എന്നാൽ വളരെ രസകരമായ ഒരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്.